ഹായ്, ഹലോ ഫ്രണ്ട്സ്. എന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലെങ്കിലും എൻ്റെ FB ഫ്രണ്ട്സ് ആയാലും ഇൻസ്റ്റാ ഫ്രണ്ട്സിലുള്ളവരൊക്കെ ആയാലും ചിലർക്കെങ്കിലും മനസ്സിലാവും. പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ കുറേ നാളായി ലൈവിൽ വന്നിട്ട്. അപ്പം അങ്ങനെയുള്ള ഇതിൽ എന്നെ ചിലപ്പോൾ പരിചയമുള്ളതോ അല്ലെങ്കിൽ അറിയാവുന്നതൊക്കെ ആയിട്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലാതെ വേറെ ആരും ഉണ്ടാവത്തില്ല. ഓക്കെ, സോ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ലുക്ക് ഇച്ചിരി ചേഞ്ച് ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അമ്പലത്തിൽ പളനിയിലൊക്കെ പോയി നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു, പോയി മുടിയൊക്കെ ഒന്ന് വെട്ടി മുടിയൊക്കെ കൊടുത്തു. അങ്ങനെ ഇനി അത് കിളിച്ച് വരുന്നതും കാത്തിരിക്കുകയാണ്. സോ അപ്പോൾ മാറ്ററിലേക്ക് വരാം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു ചെറിയൊരു കാര്യം എടുത്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാക്സിമം വളച്ചോടിച്ച് എന്തൊക്കെ ആക്കി തീർക്കാം. ഈ പറയത്തില്ല, പട്ടിയെ പൂച്ചയാക്കുന്നു, പൂച്ചയെ പട്ടിയാക്കുന്നു എന്നുള്ള രീതി. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ചില കാര്യത്തിൽ കിട്ടേണ്ട കറക്റ്റായ ഇൻഫോർമേഷൻസ് അത് കറക്റ്റായിട്ട് കിട്ടാതെ പോവുകയും, അതുമാത്രമല്ല ആ ഒരു വിഷയം, ഇപ്പോൾ ഒരു വിഷയം എടുത്തിടും, ആ ഒരു വിഷയത്തിൽ പ്രോപ്പറായിട്ട് ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടാതെ പോവുകയും, മാത്രമല്ല അതിൽ ആവശ്യമില്ലാത്ത മസാലാസ് എല്ലാം ചേർത്ത് വേറെ രീതിയിൽ ചിത്രീകരിക്കുകയും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാം. സോ അപ്പോൾ എൻ്റെ മുന്നിൽ എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്ന ഒരു സബ്ജക്റ്റ്, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിപ്പം ഈ റെക്കോർഡിങ് ചെയ്യുന്നത്. സോ അത് ഒരു സബ്ജക്റ്റ്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിപ്പം ഈ റെക്കോർഡിങ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ മുന്നിലേക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് ബ്രീഫായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്ത ആ ഒരു സബ്ജക്റ്റ്, അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് ചിലരുടെ പോസ്റ്റിൻ്റെ താഴെ, ചില FB ആൾക്കാരുടെ പോസ്റ്റിൻ്റെ താഴെ, അപ്പം ആ മെസ്സേജസ് ഞാനും വായിക്കാനിടയായി. അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചിലർക്ക് അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നോളജിനെ കുറിച്ച് ഒരു വിഷയത്തെ ഇപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുത്തിടുന്നു, ചിലർ വന്നിട്ട്